ദൈവദാസന്മാരുടെയും ദൈവജനത്തിന്റെയും സ്നേഹാദരവുകൾക്കും കരുതലുകൾക്കും കർത്താവ് ഏറിയ മടങ്ങ് പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ 12ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. ആ പ്രിയ സഹോദരി എന്നെ ഒരു പെന്തക്കോസ്ത് യോഗത്തിന് ആദ്യമായി വിളിച്ചുകൊണ്ട് പോകുന്ന രംഗം ഓർക്കുന്നു. യോഗത്തിന്റെ ഏറ്റവും പുറകിൽ SLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ വന്ന് ഇരിക്കുന്ന സമയം, അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്തൃദാസൻ ആത്മനിയുക്തനായി ഏറ്റവും പുറകിലത്തെ ഭാഗത്തേക്ക് കടന്നു വന്നതിന്റെ തലയിൽ കൈവച്ച് ഇങ്ങനൊരു പ്രവചനാലോചന പറഞ്ഞു. അന്ന് സാമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് വിഷയങ്ങളെ സ്നേഹിക്കുന്നവരാൾ എന്നുള്ളതിനപ്പുറം സഭാംഗമല്ലാത്ത ഒരാൾ ആയി നിൽക്കുന്ന എന്നോട് തലയിൽ കൈവച്ച അദ്ദേഹം പറഞ്ഞ പ്രവചനാലോചന ഇതാണ്: ഉടുപ്പൂരിയിട്ടിട്ട് ഒരു നേരം എനിക്ക് വിശ്രമിപ്പാൻ സമയമില്ലേ എന്ന് പറയത്തക്ക വിധം ലോകത്തിന്റെ വൻകരകളിൽ എന്റെ വചനവുമായി നിൽക്കേണ്ടവനാണ് നീ. അന്ന് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. എന്നാൽ ആ പ്രവചനം എന്റെ മേൽ കൃത്യമായി നിറവേറുവാനായിട്ടിടയായി. ദൈവജനത്തിന്റെ പ്രാർത്ഥന കൊണ്ട്, സ്ഥലം സഭകളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നയോളം ദൈവം നിർത്തി. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എന്നെ തുടർന്ന് ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കത്തിച്ചു വെച്ച സ്ഥാനത്ത് എരിഞ്ഞു തീരുന്ന ഒരു മെഴുകുതിരിയെ പോലെ ഈ തലമുറയിൽ ദൈവസഭയ്ക്കകത്തെ അനാത്മികതകൾക്കെതിരെയും ഉപദേശത്തിന്റെ തുറന്ന സത്യങ്ങൾക്ക് വേണ്ടിയും തൊണ്ടക്കുഴിയിലെ ശ്വാസം അസ്തമിക്കുന്നത് വരെ സന്ധിയില്ലാതെ ആത്മീയ പോരാട്ടത്തിൽ നിലകൊള്ളേണ്ടതിന് ദൈവജനത്തിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവിനെ വെച്ചാൽ ഈ കോൺഫറൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം അമേരിക്കയിലേക്ക് കടന്നു വന്നത്. കർത്താവിനെ വെച്ചാൽ അടുത്ത ദിവസം എന്റെ സഹോദരിയോടൊപ്പം അവരുടെ സ്ഥലത്തേക്ക് പോവുകയും വ്യാഴാഴ്ച ഉച്ചയോടുകൂടെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവജനത്തിന്റെ പ്രത്യേക പ്രാർത്ഥന ആ വിഷയങ്ങളിലെല്ലാം ഞാൻ ചോദിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളെ വിളിക്കും. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി നമുക്കായി ജീവിക്കുന്നു. ഏതൊക്കെ പ്രതികൂലങ്ങൾ നമുക്കെതിരെ ഉയർന്നാലും നമ്മെ കൊണ്ട് പൂർത്തിയാക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടികൾ നിവർത്തിയിൽ എത്താത്തടത്തോളം കാലം ദൈവത്തിന്റെ കരം നമുക്ക് എതിരെ ഉയരുന്ന പോരാട്ടങ്ങളെ തകർക്കാൻ മുൻപിലുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും എന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കുമിടയിൽ ഞാൻ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തിയാക്കാതെ എന്റെ കണ്ണടയാൻ ദൈവം അനുവദിക്കയില്ല എന്ന ബോധ്യമുള്ള ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ നമ്മുടെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരമാണ് രാത്രിയാകട്ടെ. വളരെ ഗൗരവമേറിയ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിപിൽ പ്രബോധനമാണ് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിന് ആധാരമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് എല്ലാവർക്കും ആ വിഷയം സംബന്ധിച്ചുള്ള ഏതാണ്ട് ധാരണ ലഭ്യമായിട്ടുണ്ട്. കേവലം 146 വാക്യങ്ങളിലൂടെ 9 അധ്യായങ്ങളിലൂടെ തെക്കോവയിലെ ഒരു ഇടയച്ചെറുക്കനായ ആമോസിന്റെ അധരങ്ങളിലൂടെ ആ തലമുറയ്ക്ക് ദൈവം നൽകിയ കനത്ത പ്രബോധനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലെത്തുമ്പോൾ ദൈവം അവരുടെ മേൽ ഒന്നിനു പുറകെ ഒന്നായി അയച്ച ന്യായവിധികൾ മടങ്ങി വരുവാൻ തക്കവണ്ണം അവർ മനസ്സ് കാട്ടാതെ ദൈവത്തോട് മത്സരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ കുറിക്കുന്നു: അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യും. നിന്റെ കൊളുത്തുകൾ കൊണ്ടും നിന്റെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടു പോകുന്ന കാലം വരും. പ്രബലമായ യഹൂദ മതത്തിന്റെയും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെയും ആധിപത്യത്തിന്റെ കാലത്ത് സമൃദ്ധിയുടെ ഉന്നതികളിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയൽ രാജ്യങ്ങളായ അശൂരും ബാബിലോണും ഒന്നും അത്ര കാര്യമായ ശക്തികളല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം നടക്കേണ്ട അശൂരി ആക്രമണത്തിലെ സംഭവങ്ങളെ ആത്മാവിൽ വെള്ളിത്തിരയിൽ ചിത്രമെന്നതുപോലെ, നാടകവേദിയിൽ നടനിരങ്ങുന്നത് പോലെ ഈ കർത്തൃദാസൻ ആത്മാവിൽ കാണുകയാണ്. അശൂരാക്രമണത്തെ സംബന്ധിച്ചുള്ള പുരാതന ലിഖിതങ്ങളും കൽച്ചിത്രങ്ങളും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. അവിടെ ഇസ്രായേലിനെ അടിമകളാക്കി കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച 2 രീതികളെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ, കൽച്ചിത്രങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. വായിലെ പ്രത്യേക ഭാഗത്തുകൂടെ ഇരുമ്പ് തുളകൾ ഉണ്ടാക്കി ഇരുമ്പ് വളയങ്ങളിൽ കോർത്തതിന് ശേഷം പട്ടിയെ വലിച്ചിഴയ്ക്കുന്നത് പോലെ നാൽക്കാലികളെ
വലിച്ചിഴയ്ക്കുന്നത് പോലെ അടിമകളാക്കിയ ഇസ്രായേലിനെ അശൂർ വലിച്ചിഴച്ച രംഗം കൽച്ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുമ്പോൾ ആമോസിന്റെ പ്രവചനം 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് അസംഭവ്യമായി തോന്നിയാലും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം കൃത്യമായി അത് നിറവേറി. ഈ ന്യായവിധിയുടെ കൊടിയ ദുരന്തം, ഭീകരതയുടെ കൂടിപ്പെയ്ത്ത് അവരുടെ തലമുറയുമേൽ വരുവാൻ തുടങ്ങുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു സംവാദത്തിന് ദൈവം തന്റെ ജനത്തെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലി, ഞാൻ ഇത് നിന്നോട് ചെയ്യും. ഒരു ജാതി എന്ന നിലയിൽ നിന്റെ നിലനിൽപ്പ് അസ്തമിപ്പാൻ സമയം അടുത്തു വരുന്നു. ഞാൻ ഇത് നിന്നോട് ചെയ്യും. അതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എന്റെ മുൻപിലിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ യുഗം അതിന്റെ സന്ധിയിലേക്ക് അടുക്കുകയാണ്. ദൈവത്തിന്റെ സഭ നമ്മുടെ നാഥന്റെ സന്നിധിയിലേക്ക് പറന്നുയരുന്ന ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്ക് 6 അടി മണ്ണിൽ ഒരു കുഴി ഒരുങ്ങുന്നതിന് മുൻപ്, നമുക്കൊരു സെമിറ്ററി സ്ലീപ്പ് ആരംഭിക്കുന്നതിന് മുൻപ്, നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കെ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ മേഘത്തട്ടിൽ മടങ്ങി വരുന്ന സംഭവങ്ങൾ അതിന്റെ അവസാന പേജിലേക്ക് അടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒരു പടി ഒരുങ്ങണം കർത്താവിനെ എതിരേൽക്കാൻ. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വർഗാരോഹണ രംഗം. ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് കർത്താവ് നില ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് നടന്നു കയറുകയാണ്. ചിത്രത്തിൽ എന്നതുപോലെ നിങ്ങൾ ആ രംഗം ഒന്ന് ആത്മാവിൽ കാണുക. കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നതിനേക്കാൾ വേഗതയിൽ നക്ഷത്രഗോളങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു കയറുവാനും പറന്നിറങ്ങുവാനും കഴിവുള്ള സ്പർശനവേദ്യമായ വാതക സഞ്ചയമോ വായുവ്യൂഹമോ അല്ല. സ്ത്രീകൾ കാൽ പിടിച്ച് നമസ്കരിച്ച തോമസ് മുറിവിൽ കൈയിട്ട സ്പർശനവേദ്യമായ ആ ശരീരത്തോടുകൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് 500ഓളം ശിഷ്യന്മാരുടെ നടുവിൽ കയറി ചെല്ലുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ 500-ലധികം ശിഷ്യന്മാർ, 1000-ഓളം കണ്ണുകൾ ഇമവെട്ടാതെ നിർനിമേഷരായി നമ്മുടെ കർത്താവിനെ തന്നെ നോക്കി നിൽക്കുന്ന സമയം, ഒലിവുമലയുടെ ഉച്ചയിൽ ഒരു കല്ലിന്റെ മുകളിൽ നിന്നാകാം നമ്മുടെ കർത്താവ് കരമുയർത്തി അവരെ ആശീർവദിക്കുന്ന രംഗമാണ്. നമ്മുടെ കർത്താവിന്റെ ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിഷ്യന്മാരെ, സഹോദരങ്ങളെ ആശീർവദിക്കാൻ തുടങ്ങുന്ന രംഗം ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് ഒടുവിലായി രംഗം വിടുന്ന സമയം അവരുടെ കൺമുൻപിൽ അവനവരെ കണ്ട ഇമേജ് കൈ കൂപ്പിപ്പിടിക്കുന്നവനായിട്ടല്ല, കൈ താഴ്ത്തിയിടുന്നവനായിട്ടല്ല, കൈ ഉയർത്തി അവരെ ആശീർവദിക്കുന്നവനായിട്ടാണ്. പർവ്വതത്തിന് മുകളിൽ ഒരാൾ കൈ ഉയർത്തി നിൽക്കുന്ന രംഗം മറ്റൊരു ചിത്രം നമുക്ക് ഓർമ്മ തരുന്നുണ്ട്. ഒരിക്കൽ പാളയത്തിൽ പോരാട്ടം നടക്കുമ്പോൾ ജനത്തിന് നടുവിൽ ജയം വ്യാപരിക്കേണ്ടതിന് പർവ്വതത്തിന് മുകളിൽ മോശയുടെ കരം ഉയർന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരത്തിന്റെ അർത്ഥം ഇതാണ്: ഭൂമിയാകുന്ന പോർക്കളത്തിലെ തുടർന്നുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾക്ക് ജയം തരേണ്ടതിന് എന്റെ കരം നിങ്ങളുടെ പുറകിൽ ഉയർന്നിരിക്കും. ഇതാ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഒലിവുമലയുടെ ഉച്ചയിൽ നിൽക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ 500ഓളം ആളുകൾ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന വേളയിൽ പെട്ടെന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന ദൈവശക്തിയുടെ കനത്ത വ്യാപാരം യേശുവിന്മേൽ വ്യാപരിച്ചിട്ട് അവൻ ഉയരാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ഉയരുകയാണ്. ശിഷ്യന്മാർ നിലത്ത് തറയിൽ നിൽക്കുന്നു, യേശു ഉയരുന്നു. വീണ്ടും അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു, യേശു ഉയരുന്നു. അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു, യേശു ഉയരുന്നു. ഉയർന്ന് 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 അവരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയരുമ്പോൾ അവൻ ഉയർന്ന് 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 ഒടുവിൽ ആ പരിശുദ്ധ പാദങ്ങളെ ഒരു വെള്ളി മേഘം വന്ന് മൂടുന്ന വേളയിൽ അവർ ബാക്കി കൂടെ ഒന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് കണ്ണുകൾ ഇമവെട്ടാതെ ആകാശപ്പരപ്പിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ മറ്റൊരു ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ അവൻ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. ദൈവസഭയുടെ ആദ്യത്തെ യൂണിറ്റ് അവസാനമായി നോക്കി നിന്നത് മണ്ണിലേക്കല്ല, വിണ്ണിലേക്കാണ്. 20 നൂറ്റാണ്ടുകൾ പിന്നിട്ട ദൈവത്തിന്റെ തിരുസഭ
ദൈവത്തിന് സ്തോത്രം. അക്ഷരീയവും ആളത്വപരവുമായിട്ടാണ് യേശു കടന്നുപോയതെങ്കിൽ അക്ഷരീയവും ആളത്വപരവുമായിട്ട് അവൻ മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയട്ടെ, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് വേണ്ടി അവനുമായി ബന്ധപ്പെടേണ്ടതിനു വേണ്ടി ഒരുക്കത്തിന്റെ ദിനങ്ങളായി ഇന്ന് രാത്രി നമുക്ക് തീരണം. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ മലയാളക്കരയിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവരാണെന്നാണ് വിചാരം. നമുക്കൊക്കെ റബ്ബറിൻ തോട്ടം അറിയത്തില്ല. റബ്ബറിൻ തോട്ടം, ഒരേ റബ്ബറിൻ തോട്ടത്തിൽ ഒരു മഴ ശക്തിയോടെ പെയ്താൽ അവിടുത്തെ ചിരട്ടകളിലെ വെള്ളത്തിന്റെ അളവ് ഒരു നിറവായിരിക്കുമോ? ഇല്ല, പല നിറവായിരിക്കും. അത് മഴയുടെ തകരാറല്ല, ചിരട്ടയുടെ ഇരിപ്പിന്റെ തകരാറ്. ചില ചിരട്ട കമിഴ്ന്നിരിക്കും, ഇടിവെട്ടി പെയ്താലും ഒരു തുള്ളി വെള്ളം അതിനകത്ത് കയറില്ല. ചില ചിരട്ട ചരിഞ്ഞിരിക്കും, അതിലത്രയും കൊള്ളും. ചിലത് നെവിരെയിരിക്കും, അതിൽ തുളുമ്പിക്കൊള്ളും. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എനിക്ക് വിഷയമല്ല. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്നെ തുറന്നു വെച്ചാൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ കലവറ തുറന്ന് നമ്മെ നിറയ്ക്കാൻ നമ്മുടെ കർത്താവിന്റെ രാത്രി ഇതിന് നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്കിന്ന് രാത്രിയിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങേണ്ടതിന് ഒരാലോചനയിലേക്ക് സമാപനമായി സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവേശിക്കട്ടെ. രണ്ട് വേദഭാഗങ്ങൾ ഇന്ന് രാത്രിത്തെ വിചിന്തനത്തിന് ആധാരമായി വായിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യവും തീത്തോസിന്റെ ലേഖനം 2-ന്റെ-12-ാമത് വാക്യവും ശാന്തമായി നിർത്തി ദയവായി വായിച്ച് സഹായിക്കുക. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം, തീത്തോസ് 2-ന്റെ-12. നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. നദി അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്നാൽ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. തീത്തോസ് 2-ന്റെ-12 കൂടെ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് ഒരു നിമിഷം നമ്മുടെ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രിയിൽ ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ചില ദൈവപ്രവർത്തികൾ ഇവിടെ നടക്കുന്ന രാത്രിയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ മുറിവേറ്റ തങ്കക്കരം ഇന്ന് രാത്രി ഹോളിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. ജീവന്റെ അപ്പമായി തിരുവെഴുത്തുകളെ അവിടുത്തെ മുറിവേറ്റ കരങ്ങളിൽ എടുത്ത് ഞങ്ങൾക്ക് വാഴ്ത്തി നുറുക്കി വിളമ്പി തന്ന് പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. തികച്ചും ഏകാഗ്രതയോടെ നമുക്കിന്ന് രാത്രിയിൽ അല്പമിനിറ്റുകൾ ഈ വചനം ശ്രദ്ധിക്കണം. സ്തോത്രം നല്ലതാണെങ്കിലും പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിയണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കാര്യം ഗ്രഹിപ്പാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ലോകത്തിന്റെ പ്രോഗ്രാമുകളും ദൈവപൈതലിന്റെ വചന ശുശ്രൂഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്തിന്റെ കാര്യപരിപാടികളിൽ നടത്തുന്ന ചില പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് നാടകം, മിമിക്രി, മോണോ ആക്ട്, ഇതൊക്കെ സദസ്സിനെ കുടുകുട ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഈ പ്രോഗ്രാം ഒക്കെ നാട്ടിലും മറ്റ് സദസ്സുകളിലും കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നടത്തുന്ന ആളുകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഈ പ്രോഗ്രാമിൽ മനുഷ്യൻ രസിക്കുകയാകാവൂ, എന്താണെന്ന് പിടികിട്ടരുത്. പിടികിട്ടാതിരുന്നെങ്കിലല്ലേ അടുത്ത സ്റ്റേജിൽ ഇത് ഒന്നുകൂടെ ആവർത്തിക്കാൻ പറ്റൂ. മറ്റുള്ളവർക്ക് രസം കൊണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം അല്ല, ഒരു കലാപരിപാടിയല്ല സുവിശേഷ യോഗം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് ദൈവവും ഞങ്ങളും നന്നായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോക ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും വലിയൊരു പുറപ്പാട് ഒരു വിജ്ഞനായ മോശയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പറ്റം ജനം വീണ്ടെടുപ്പിന്റെ പാട്ടും പാടി വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ പുറപ്പാട്. ആ പുറപ്പാടിന് വേണ്ടി മുഴങ്ങുന്ന ദൈവശബ്ദം ഇതാണ് നിങ്ങൾ വായിച്ചു കേട്ടത്.
ലോക ചരിത്രം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഈ പുറപ്പാട്, അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു ഭാഗം പറയട്ടെ, അതിലും വലിയ ഒരു പുറപ്പാട് ഇനിയും ലോകം കാണാൻ തുടങ്ങുകയാണ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുടെ നേതൃത്വത്തിലായിരുന്നു ആ പുറപ്പാടെങ്കിൽ, ഇനിയും നടക്കാൻ തുടങ്ങുന്ന പുറപ്പാട് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ നേതൃത്വത്തിലായിരിക്കും. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുടെ നേതൃത്വത്തിൽ ഒരു ജാതിയിൽപ്പെട്ടവരുടെ പുറപ്പാടായിരുന്നു അന്ന് നടന്നതെങ്കിൽ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ നേതൃത്വത്തിൽ സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുള്ള വിശുദ്ധന്മാർ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വലിയ പുറപ്പാട് അധികം താമസിക്കാതെ നടക്കാൻ തുടങ്ങുന്നു. യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും അപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കും തലമുറകൾക്കും അപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും അപ്പുറത്ത് സർവാധികാരിയായ ദൈവത്തിന്റെ നിയുക്തദാസനായ മോശയിലൂടെ ഫറവോന്റെ കൊട്ടാരത്തിനുള്ളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ദൈവം പ്രത്യേകം വിളിച്ചു വേർതിരിച്ച ജനതയാണ് ഇസ്രായേൽ ജനത. ലോകഗതിയുടെ നാഴികക്കല്ലായി, മനുഷ്യചരിത്രത്തിന്റെ നട്ടലായി, കാലഗതിയുടെ കാതലായി ദൈവം തിരഞ്ഞെടുത്ത ജനവർഗമാണ് യഹൂദൻ. യഹൂദനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ഈ അശുദ്ധ ജനതയിൽ തിങ്ങിപ്പാർക്കുന്ന ലോക ജനതയ്ക്ക് നടുവിൽ നിന്നും ഒരു വിശുദ്ധ ജനവർഗത്തെ വേർതിരിച്ച്, ആ വിശുദ്ധ ജനവർഗത്തിൽ നിന്നും ഒരു വിശുദ്ധ കുടുംബത്തെ മാറ്റി നിർത്തി, ആ വിശുദ്ധ കുടുംബത്തിൽ നിന്നും ഒരു വിശുദ്ധ സ്ത്രീയെ വേർതിരിച്ച് അവരുടെ ഉദരത്തിൽ ഉരുത്തിരിയിച്ച് തന്റെ ഓമനപുത്രനെ അശുദ്ധരായ മനുഷ്യവർഗത്തിന് മസിഹായെ സംഭാവന ചെയ്യുവാൻ, മാനവവർഗത്തിന് മസിഹായ മനുഷ്യകുലത്തിന് നൽകാൻ ദൈവം മുൻകണ്ട ജനതയാണ് ഇസ്രായേൽ ജനത. വചനത്തിന്റെ കൈകാര്യകർത്താക്കളും കാവൽക്കാരും എഴുത്തുകാരുമായി ദൈവം മുൻകണ്ട ഈ ജനതയെ ദൈവത്തിന്റെ ദിവ്യ കാര്യപരിപാടിയിൽ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ വീഴ്ചയും താഴ്ചയും ഉയർച്ചയും തളർച്ചയും കുതിപ്പും കിതപ്പും ഇവരുടെ ചരിത്രത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. ഒരു പ്രമാണം കൊടുക്കുന്നു, കൈനീട്ടിയവർ പ്രമാണം ഏറ്റുവാങ്ങുന്നു. അധികം താമസിക്കാതെ പ്രമാണം പുറങ്കാൽ കൊണ്ട് അവർ ചവിട്ടിയെറിയുന്നു. കരുണയുള്ളവനെങ്കിലും കർക്കശ സ്വഭാവമുള്ള ദൈവം പ്രമാണ ലംഘനത്തിന് കനത്ത ശിക്ഷ ഏൽപ്പിക്കുന്നു. ശിക്ഷ ഏറ്റവർ നിലവിളിക്കുന്നു. നിലവിളിയുടെ മുൻപിൽ ദൈവം കരുണ തോന്നി രക്ഷിക്കുന്നു. അങ്ങനെ പ്രമാണം കൊടുക്കുന്നു, അനുദപിക്കുന്നു, ശിക്ഷ ഏൽക്കുന്നു, അനുദപിക്കുന്നു, വിടുവിക്കുന്നു. ഈ പ്രക്രിയയാണ് അവരുടെ ചരിത്രത്തിൽ ഇന്നലകളിൽ തുടർന്നത്. ഇനി അധികം താമസമില്ല. ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് തേജസ്സിൽ ഒലിവുമലയുടെ മുകൾ പരപ്പിലേക്ക് തന്റെ പരിശുദ്ധ പാദം തൊട്ടിറങ്ങി വരുമ്പോൾ, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി ഭൂമിശാസ്ത്രപരമായി രണ്ടായി പൊട്ടിപ്പിളരും അളവിൽ ഈ ജനത ഒന്നടങ്കം യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കി അവനെ ഏറ്റെടുക്കുന്നത് വരെ ഈ തളർച്ചയും ഈ ഉയർച്ചയും ഈ പുരോഗതിയും ഈ അധോഗതിയും ഈ കുതിപ്പും ഈ കിതപ്പും ഈ ജനതയുടെ ഇടയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഒരു ക്ഷാമം ഉണ്ടായത് മുഖാന്തരം ജീവിക്കാനുള്ള കൊതിയോടുകൂടെ യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. കാലത്തിന്റെ കടന്നുപോക്കിൽ യാക്കോബിനെയും കുടുംബത്തെയും അറിയാത്ത കഠിനഹൃദയനായ ഒരു ഫറവോൻ എഴുന്നേറ്റു. കഠിനമായി ജോലി ചെയ്യിക്കുകയും ആഹാരം ശരിക്ക് കൊടുക്കാതിരിക്കുകയും പ്രതിഫലം ശരിക്ക് കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കണ്ണുനീർത്തുള്ളികൾ ഇവിടുത്തെ മേൽവിചാരകന്റെ മുൻപിൽ പൊഴിയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ അവരവരുടെ സങ്കടം പകർന്നു വെച്ചു. ഞാൻ പറയട്ടെ, ആ നിലവിളി മേഘപാളികളെ കീറി, നക്ഷത്രമണ്ഡലങ്ങളെ മുറിച്ച്, ക്ഷീരപഥങ്ങളെ തുളച്ച് സർവശക്തനായ മഹാദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ അലതല്ലി ഉയർന്നു. ആ ജനത്തെ വിടുവിപ്പാൻ ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ പ്രവചന ഘടികാരത്തിന്റെ സൂചികകൾ അകൃത്യായങ്ങളിലേക്ക് ചലിച്ച് കയറിയപ്പോൾ എന്റെ ദൈവത്തിന്റെ കരവും കുതിച്ചുയർന്നു. ദൈവം തന്റെ ദാസനായ മോശയെ നിയോഗിച്ച് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ഫറവോന്റെ കൊട്ടാരത്തിലെത്തി അവന്റെ മുഖത്ത് വിരൽ ചൂണ്ടി മോശ വിളിച്ചു പറയുകയാണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ഇതേ ശബ്ദം കാലങ്ങളെയും നൂറ്റാണ്ടുകളെയും സഹസ്രാബ്ദങ്ങളെയും ഭേദിച്ചുകൊണ്ട് വേർപെട്ട ദൈവമക്കളുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിലും മുഴങ്ങുകയാണ്. സത്യദൈവത്തെ ആരാധിപ്പാൻ, ആത്മനിറവിൽ ആരാധിപ്പാൻ, വിശുദ്ധിയിൽ ആരാധിപ്പാൻ, പ്രമാണപ്രകാരം ആരാധിപ്പാൻ, കൃപയിൽ നിന്ന് ആരാധിപ്പാൻ, തലമുറയോട് ചെങ്ങാത്തം കൂടാതെ ആരാധിപ്പാൻ, ഈ തലമുറയ്ക്കെതിരെ നിന്ന് ആരാധിപ്പാൻ, വിശുദ്ധിക്ക് വേണ്ടി ആരാധിപ്പാൻ, തന്റെ ജനത്തെ വിട്ടയപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. വിശുദ്ധിക്ക് വേണ്ടി ജനം മുൻപോട്ടിറങ്ങുന്നതിന് ദൈവാത്മാവിൽ യാത്ര ഇടപെടുന്നു. ദൈവം പ്രത്യേകം വേർതിരിച്ച ജനതയാണല്ലോ ഇസ്രായേൽ ജനത. ഈ വേർപാടെന്ന വിഷയം ഫറവോന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പട്ടാളത്തിന്റെ ശക്തി എവിടെ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ ചിട്ടയിൽ
ചിട്ട തെറ്റിയാൽ പിന്നെ പട്ടാളമില്ല. ദൈവമക്കളുടെ ശക്തി അമേരിക്കൻ ഡോളറിലല്ല. ദൈവമക്കളുടെ ശക്തി 67ാമത്തെ പുസ്തകമായ ഭരണഘടനയിലല്ല. ദൈവമക്കളുടെ ശക്തി കൗൺസിലിലും കമ്മിറ്റിയിലുമല്ല. ദൈവമക്കളുടെ ശക്തി നേതൃത്വ പാഠവുമുള്ള വക്കീലന്മാരുടെ വാക്ചാതുര്യത്തിലല്ല. ദൈവമക്കളുടെ ശക്തി വേർപാടിലും വിശുദ്ധിയിലുമാണ്. അത് തകർന്നാൽ പിന്നെ ദൈവമക്കളില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഫറവോന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് വേർപാട്. ഫറവോൻ ചോദിച്ചു, ആരാധിക്കാൻ അങ്ങ് ഉറച്ചു. എടാ, ആരാധന എന്ന വിഷയത്തിൽ എന്തിനാ ഞങ്ങളെ ഇട്ടേച്ചു പോന്നേ? നമുക്ക് ദേശത്ത് വെച്ച് ഒന്നിച്ചങ്ങ് ആരാധിക്കരുതോ? ഫറവോനെ, നിന്റെ ദൈവം കാള. ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യാഗം കഴിക്കണം. നിന്റെ നാട്ടിൽ വെച്ച് നിന്റെ ദൈവത്തെ പിടിച്ച്, നിന്റെ ദൈവത്തിന്റെ തൊലി പൊളിച്ച്, നിന്റെ ദൈവത്തെ കഷണം കഷണമാക്കി, നിന്റെ ദൈവത്തെ അടിയിൽ തീയിട്ട് ആരാധിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തുള്ള ആരാധന അടിയേലേ പിരിയും. സ്തോത്രം. അതുകൊണ്ട് തന്നെ കൃപ ലഭിച്ച ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിരിക്കുകയാ. ഒരു കുളമ്പടി പോലും ശേഷിപ്പിക്കാതെ പിടിവിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാ. കൃപ ലഭിച്ച ദൈവ പൈതലെ, കൃപ ലഭിച്ച മറിയ, ഒരു കൃപ ലഭിച്ച ഏലിസബത്തിനെ തേടിപ്പോയെങ്കിൽ, കൃപ പ്രാപിച്ച അബ്രഹാം കൽദയരുടെ ഊരി വിട്ടിറങ്ങിയെങ്കിൽ, കൃപ പ്രാപിച്ച രൂത്ത് മോവാബിനോട് യാത്ര പറഞ്ഞെങ്കിൽ, കൃപ പ്രാപിച്ച നീ കൃപയില്ലാത്തവരുടെ ഇടയിൽ കിട്ടിയ നിത്യജീവനുമായി അവിയൽ പ്രമാണത്തിൽ വട്ടം കറങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കൃപ പ്രാപിച്ച നീ, കൃപ പ്രാപിച്ചവരോടുകൂടെ കൃപയിൽ നിന്ന് ആരാധിപ്പാൻ ദൈവാത്മാവ് വിളിക്കുന്നു. വേർപെട്ട് ആരാധിപ്പാൻ. സ്തോത്രം. വേർപാട് എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രസക്തമാണ് സഭ. ഏതാ യഥാർത്ഥ സഭ? രണ്ടു വാക്കി കൺവെൻഷനിൽ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. ഇന്ന് ഏതൊക്കെയുണ്ട് സഭ? കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ്, CSI, CNI, ഇവാഞ്ചലിക്കൽ, പത്യം, IPC, ചർച്ച് ഓഫ് ഗോഡ്, ശാലോന, ദീപന്തിക്കോസ്, ഫ്രീ പന്തിക്കോസ്, കാൽവറി, കല്ലുമല എന്ന് വേണ്ട നെല്ലിക്കാച്ചാക്കിന്റെ കുത്തരിച്ചു വിട്ടതുപോലെ സഭകൾ പെരുകി പ്രവഹിച്ചു കിടക്കുന്ന ഈ കാലത്ത് ഏതാ ഒറിജിനൽ, ഏതാ ഡ്യൂപ്ലിക്കേറ്റ്? ചായം തേച്ച ബോർഡിന്റെ കീഴിൽ ഒരുത്തൻ മറ്റൊരുത്തിന് വേണ്ടി പതിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സഭ ഏതാ? ഇന്ന് രാത്രി തിരിച്ചറിയാൻ കണ്ണു തുറന്നിയ ദൈവമക്കൾ ഇതിനകത്തുള്ളതോർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭ എത്രയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, 325-ാം ആണ്ട് ഇടിയിൽ 312 പിതാക്കന്മാർ നിഖയിലെ മിഥുനിയിൽ ഒരുമിച്ചുകൂടി വാദിച്ച് തർക്കിച്ച് രൂപപ്പെടുത്തി 66 ദിവസത്തെ തർക്കങ്ങൾ ദുരിതത്തിന്റെ നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ പിതാക്കന്മാർ രേഖപ്പെടുത്തിയ ആ സഭയെ കുറിച്ചുള്ള പരാമർശനം ഇങ്ങനെ പറയുന്നത്: പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും നിബ്ബന്മാരും സ്ത്രീഹന്മാരും മുഖാന്തരം സംസാരിച്ച ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും അപ്പസ്തോലികവും ശ്രൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഇത് കേൾക്കുമ്പോൾ മന്ത്രവാദമോ ക്ഷുദ്രമോ ആണെന്ന് ഓർക്കണ്ട. പിതാക്കന്മാർ സത്യം എഴുതി വെച്ചിരിക്കുകയാണെന്ന് ഓർത്ത് സ്തോത്രം ചെയ്താൽ മതി. പല പാട്ടുകളും വായിച്ചു കേട്ടാൽ അറിയാം, അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. അർത്ഥമല്ല, മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യത്തുള്ളൂ. നീ മോനായിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാന്നായി പറഞ്ഞു വരുന്നതിന്റെ സാരം. ദൈവത്തിന് സ്തോത്രം. അപ്പന്മാരി എത്ത് കിടക്കുമ്പോൾ മക്കൾ അങ്ങനെ തലയ്ക്കെന്ന് പാടുകയല്ലേ? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ല ഓർമ്മയെന്ന് വല്ലവനും തല്ലി പകരത്തിയോളം പാടുപെട്ട് കിട്ടുന്ന പണം മുഴുവൻ പട്ടക്കടയിൽ പോണ പണയും വെച്ച് പെമ്പറന്ന് നടത്തുന്ന മുടിക്കുത്തിന് പിടിച്ച് എടുത്തിട്ട് തല്ലി അകാലത്തിൽ കരളയിൽ അസുഖം വന്ന് ചത്തവന്റെ തലയ്ക്കൽ വിധിയൊല്ലും. സത്യത്തിൽ അർത്ഥം എന്താ? കർത്താവേ, നിന്റെ മേശയിൽ പങ്കെടുത്ത് ഭക്തനായിട്ടാണ് എന്റെ അപ്പൻ പോയിരിക്കുന്നെങ്കിൽ പുള്ളി അങ്ങോട്ട് കയറ്റിയാ മതി എന്നായി പറഞ്ഞു. എന്തിന്റെ സാരം? അപ്പൊ സത്യം ഇതിനകത്ത് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ സഭ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം മറുപടി അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏകവും വിശുദ്ധവുമാണ് സഭ. അങ്ങനെയാണെങ്കിൽ സഭ 1.25 സഭ 1.5 സഭ 1 ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. സംഘടനയുടെ പേരിൽ നടത്തുന്ന സകല തന്ത്രകുതന്ത്രങ്ങളും വിശുദ്ധമല്ല എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഒത്തിരി സ്തോത്രം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. ലൗകിക രാഷ്ട്രീയത്തിന്റെ കസേര കമ്മിറ്റി കളികൾ കൊണ്ട് ദൈവസഭയെ സംഘടനവൽക്കരിച്ചുകൊണ്ട് ലൗകികതയുടെ മുന്നേറ്റം നടത്തുന്ന ഇന്നത്തെ സഭകളുടെ പോക്കിന് മുൻപിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. അത് കാണാൻ കണ്ണു തുറന്ന് ദൈവമക്കളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കെട്ടിടമല്ല വെച്ചുകെട്ടുമറ. വെച്ചുകെട്ടുമറയല്ല കെട്ടിടം. നമ്മുടെയൊക്കെ നാട്ടിൽ ഇവിടെ അത്രയില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ സിമന്റ് പൂച്ചു വെക്കാനും തട്ട് ഉറപ്പിക്കാനും കെട്ടിടങ്ങൾക്ക് വെച്ചുകെട്ടുമറയുണ്ട്.
മുളങ്കൂടും വെച്ചുകെട്ട് മറയും എന്തിനു വേണ്ടിയാ? മേസ്തിരിമാർക്കിരിക്കാനും സിമിന്റ് പൂച്ച് വെക്കാനും ആ തട്ടുറപ്പിക്കാനും ഒക്കെയാണ് ഈ വെച്ചുകെട്ട് മറ. പണി പൂർത്തിയാക്കി കഴിഞ്ഞാലും വെച്ചുകെട്ടുമറ മാറ്റാതെ പെയിന്റ് അടിച്ചോണ്ടിരുന്നാൽ അവനെ ഊളംപാറയാണോ മാങ്ങാടത്താണോ കൊണ്ട് ചികിത്സിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉചിതമായ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. ഇവിടെ പണി കഴിഞ്ഞാൽ പിന്നെ ഈ വെച്ചുകെട്ടുമറക്ക് ഒരു പ്രസക്തിയുമില്ല, വലിച്ചു പൊളിക്കും. IPC ആയാലും ഷാരോനായാലും ചർച്ചോടായാലും ഇത് വെച്ചുകെട്ടുമറയാണ്. കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങി കഴിഞ്ഞാൽ ഇത് വലിച്ചു പൊളിക്കും. ഇതിനകത്ത് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പുറത്തു വരും. ദൈവസഭയും സംഘടനയും തമ്മിൽ വേർതിരിച്ച് കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. ദൈവത്തിന് സ്തോത്രം. കാന്ത, കന്യക, തോട്ടം, കെട്ടിടം, ആലയം, മർമ്മം, കൈപ്പണി, കൃഷി, മണവാട്ടി, ആട്ടിൻകൂട്ടം, ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുന്ന ദൈവത്തിന്റെ സഭ ഒന്നേ ഉള്ളൂ, ഒന്നേ കാലില്ല. ദൈവസഭ ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ അത് കാണാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ സഭ ഏതാണെന്ന് ചോദിച്ചാൽ അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്കറിയാം. വചനപ്രകാരം പണിതുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ഇന്ന് രാത്രിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവസഭ ഇവിടെയുണ്ട്. അവരിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവരിൽ നമ്മയും ആത്മാവിന്റെ നിവാസമാകേണ്ടതിന് പണിതുകൊണ്ടിരിക്കുന്നു. അതാണ് ദൈവാത്മാവ് അടിത്തറയിട്ട് പണിയുന്ന ദൈവത്തിന്റെ തിരുസഭ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സഭ, ദൈവസഭ ദൈവത്തിന്റെ ദിവ്യ കാര്യപരിപാടിയിൽ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഈ പട്ടണത്തിലും ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ സഭ ദൈവം പണിതുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിത സഭ, ഈ സഭ ആത്മീയ പോരാട്ടത്തിലാണെന്ന് ഓർക്കണം. ആത്മീയ പോരാട്ടത്തിലാണെന്ന് ഓർക്കണം. ഒരിക്കൽ പോലും മുൻപോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ ദൈവസഭയ്ക്കെതിരെ പണമുയർത്തി നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇവിടെയുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ മുഴങ്കാൽമേലിരിക്കാൻ ഒരുപറ്റം വിശുദ്ധന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇരുട്ടിന്റെ കരങ്ങൾക്കെതിരെ പണമുയർത്തുന്ന അന്ധകാര ശക്തികൾക്കെതിരെ ആത്മാവിൽ പടവരുതാൻ ദൈവശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. എന്റെ ദൈവത്തിന്റെ കരം ഈ പോരാട്ടത്തിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന വിഷയത്തിന് വരുമ്പോൾ ഏറ്റവും വെറുപ്പാണ് വേർപാടും വിശുദ്ധിയും സാത്താനും. വേർപാടിലേക്ക് ദൈവസഭ മുൻപോട്ട് നീങ്ങാൻ സാത്താൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. ആരാധനയുള്ള ബന്ധത്തിൽ വരുന്ന സമയം ഈ വേർപാടിന്റെ വിഷയത്തിൽ രണ്ടു വിധത്തിലുള്ള ആരാധനയും ആത്മീയ ലോകത്തിലുള്ളൂ. ഒന്ന് സത്യാരാധന, മറ്റൊന്ന് മിഥ്യാരാധന. ഒന്ന് വ്യവസ്ഥയ്ക്കൊത്തുള്ള ആരാധന, മറ്റൊന്ന് അവസ്ഥയ്ക്കൊത്തുള്ള ആരാധന. ഒന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചവന്റെ ആരാധന, മറ്റൊന്ന് വീണ് കിടക്കുന്നവന്റെ ആരാധന. സത്യാരാധകൻ വ്യവസ്ഥയ്ക്കൊത്ത് വീണ്ടെടുപ്പ് പ്രാപിച്ച് ആരാധിക്കുമ്പോൾ മിഥ്യാരാധകൻ വ്യവസ്ഥ ലംഘിച്ച് വീണ് കിടന്ന് ആരാധിക്കും. അത് രണ്ടിന്റെ തെളിവ് 34 കായിന്റെ ഹാബേലിന്റെ മാർഗങ്ങളിലുണ്ട്. കായിൻ ഒരു കർഷകനാണ്. കാച്ചിലും ചേനയും വളവരങ്ങായും തേങ്ങായും വരിക്കച്ചക്കയും ഒക്കെ യാഗപീഠത്തിൽ കൊണ്ട് കൊന്നുകൂട്ടിയിട്ട് പുള്ളി പറയുക, കർഷകനാണ് ഞാൻ, ആടുകൃഷിയൊന്നും ഇല്ല, അതുകൊണ്ട് ഇതുകൊണ്ട് വന്നിരിക്കുക. കണ്ടോ, അധ്വാനത്തിന്റെ പ്രതീകമായ വിയർപ്പിൽ നിന്ന് ഉതിർന്നു വന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ പുറത്ത് രക്തമയമില്ല, മണ്ണ് പിടിച്ചിരിക്കുന്നു. ഇതുപോലെ അവന്റെ മുഖത്തോട് നോക്ക്, ഈച്ചിരുന്ന പഴകിന്റെ പരുവത്തിൽ ചുക്കേഷായി കുടിച്ച പോലെ ഒലക്ക വിഴുങ്ങിയ പോലെ അവന്റെ നിപ്പ്. ദൈവപ്രസാദം പ്രാപിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, ദൈവപ്രസാദം പ്രാപിച്ചവനെ കണ്ടാൽ അറിയാം, ദൈവശക്തി അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കളുടെ സ്തോത്രം കേട്ടാൽ അറിയാം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഹാബേൽ മുൻപോട്ട് വന്നു. അവന്റെ കൈകളിൽ അധ്വാന ഫലമില്ല. അവന്റെ കൈകളിൽ പിടയ്ക്കുന്ന തുടിക്കുന്ന ഒരു കുഞ്ഞാടിരിക്കുന്നു. ഗൽഗതത്തോടെ, മനത്തകർച്ചയോടെ, ഹൃദയ നുറുക്കത്തോടെ തന്റെ പാവം ഈ കുഞ്ഞാടിന്മേൽ ചുമത്തിയിട്ട് ആ പാവന മൃഗത്തെ യാഗപീഠത്തിലേക്ക് എടുത്തു കിടത്തിയിട്ട്, നോക്കൂ, ആ യാഗപീഠത്തിന്റെ നിഴലിലേക്ക് മാറി നിന്ന് വാൾ ഉറയിൽ നിന്ന് വലിച്ചൂരി യുഗങ്ങൾക്ക് ശേഷം അറുക്കപ്പെടുവാൻ തുടങ്ങുന്ന ദൈവ കുഞ്ഞാടിനെ വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ഹാബേൽ രക്തച്ചൊരിച്ചിലോടുകൂടെ യാഗം അർപ്പിച്ചു. സ്വർഗം അവനെ നീതീകരിച്ചു. മാന്യ സഹോദരങ്ങളെ, മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ കുലപാതകം തുടങ്ങി ഒരു സത്യാരാധനക്കാരനെ, ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്നവനെ, ഒരു പ്രമാണത്തിൽ പിടിച്ചു നിന്നവനെ, ഒരു മിഥ്യാരാധനക്കാരൻ, ഒരു വ്യവസ്ഥ ലംഘിച്ചവൻ ഒറ്റ അടിക്ക് തറയിലിട്ടു. സത്യാരാധകൻ തറപറ്റിയെങ്കിലും സത്യാരാധന തറപറ്റിയിട്ടില്ല. സത്യാരാധകർ ഇവിടെ ഉള്ളിടത്തോളം, നമ്മുടെ തൊണ്ടക്കുഴിയിൽ ശ്വാസമുള്ളിടത്തോളം, നമ്മുടെ ചങ്കിൽ ചോരയുടെ തുടിപ്പുള്ളിടത്തോളം സത്യാരാധനയ്ക്കായി, 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 സത്യാരാധനയ്ക്കായി,
വേർപെട്ട ദൈവസഭയെ രണ്ട് തട്ടിലേക്ക് തിരിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒന്നാമത്തെ സമൂഹം ന്യൂ ജനറേഷൻ എന്നൊരു സമൂഹം, മറ്റൊന്ന് ഓൾഡ് ജനറേഷൻ. അപ്പോൾ വ്യക്തമാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂ ജനറേഷന്റെ പ്രത്യേകത? IPCയും ഷാരോരും ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡും ഒക്കെ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പഴയ പിതാക്കന്മാരുടെ ഉപദേശ സത്യങ്ങളിൽ നിൽക്കുന്ന ഒരുപറ്റം ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ദൈവവചനത്തെക്കാൾ വികാരത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയ തലമുറയും ഉയർന്നു വന്നിരിക്കുന്നു. ഇവിടെ അവർ സ്വയം വിളിക്കുന്നു ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണെന്ന്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ചെറിയ സമൂഹത്തെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കഴുത്തിൽ മാലയും അതേ കയ്യിൽ തരിവളയും സിനിമാ സ്റ്റൈൽ തലമുടി കട്ടിങ്ങും വീരപ്പൻ മോഡൽ മീശയും പാവാട ടൈപ്പ് നിക്കറുമായി ആലയത്തിൽ കയറി വരുന്ന ഏതൊരുത്തരും ആരാധനയ്ക്കും തുള്ളാനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കീബോർഡിന്റെ സംവിധാനമല്ല ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കേണ്ടത്. സെഹിയോൻ മാളികമുറിയിൽ വ്യാപരിച്ച ദൈവസഭയ്ക്കകത്തെ ആത്മമണ്ഡലം ചലിക്കുന്ന നിലയിലേക്ക് ആദിമസഭയുടെ വിശുദ്ധിയിലേക്ക് ദൈവമന സഭയെ മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, സഭയുടെ നിലവാരം എന്താണെന്ന് ഈ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സഭ മുൻപോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ആത്മീയത എവിടെ നിൽക്കുന്നു എന്ന് ഒരു നിമിഷം നിങ്ങൾ ആഴത്തിലൊന്ന് വിലയിരുത്തണം. 10,000-കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് സിസ്റ്റം കൊണ്ട് ജനത്തിന് നടുവിൽ നടത്തുന്ന ഒരു മാസ് ഹിപ്നോട്ടിസത്തിന്റെ രീതിയിൽ പ്രസംഗകൻ ആവർത്തിച്ച് വീഴ്ത്തലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കൈയൊന്ന് വീശുന്ന വേളയിൽ മാസ്മരിസ പ്രയോഗത്തിലൂടെ വന്നു നിൽക്കുന്ന പലരും കമിഴ്ന്നടിച്ച് ദൈവത്തിന് സ്തോത്രം മലർന്നും മറ്റും വീഴുകയും മലർന്നു വീഴുന്ന ആളുകളെ പിടിക്കാൻ പുറകിൽ ആളിനെ നിർത്തുകയും ചെയ്യുന്ന പെന്തക്കോസ്തലിസത്തിന്റെ പുത്തൻ മുഖം ഒരു തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ പിതാക്കന്മാർ അടിസ്ഥാനമിട്ട ഉപദേശ സത്യങ്ങളെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് ഊർദ്ധശ്വാസം അസ്തമിക്കുന്നത് വരെ നിൽക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കളാണ്. എന്റെ മുന്നിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയട്ടെ, ഈ തലമുറയിലെ ദൈവസഭയ്ക്ക് നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാനുള്ള തിരുത്തൽ ശബ്ദമാകണം. കർത്താവിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, മോശ ദൈവസന്നിധിയിൽ കവണം വീണിട്ടുണ്ട്, അഹരോൻ ദൈവസന്നിധിയിൽ കവണം വീണിട്ടുണ്ട്, യോശുവ ദൈവസന്നിധിയിൽ കവണം വീണിട്ടുണ്ട്, പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ കവണം വീണിട്ടുണ്ട്, യെഹെസ്കേൽ ദൈവസന്നിധിയിൽ ഇങ്ങനെയാകുന്ന ഒരു മഹത്വത്തിന്റെ പ്രത്യക്ഷത കണ്ടത് എന്ന് എഴുതിയിട്ട് കവണം വീണിട്ടുണ്ട്. ഇനിയും യോഹന്നാൻ ദൈവസന്നിധിയിൽ കവണം വീണിട്ടുണ്ട്. ഈ മലത്തിയിട്ടുകൊണ്ട് ജനത്തിന് നടുവിൽ വികാരം തുള്ളിക്കുന്ന പ്രക്രിയ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ തമിഴ്നാട് ഭാഗത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്കറിയാം. തുള്ളി ഇച്ചിരി കഴിയുമ്പോൾ ബാധ കയറി മലന്ന് വീഴുന്നത്. ഇങ്ങനെ പല ബാധകേറ്റവും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രമാണത്തിലില്ലാത്ത സകലത്തെയും സാത്താൻ എന്ന് പറയാൻ ദൈവശക്തി വ്യാപരിക്കുന്ന ഒരുപറ്റം വിശുദ്ധന്മാരെ ഈ തലമുറയിൽ ദൈവം അന്വേഷിക്കുകയാണ്. പോരായോ യോഗത്തിൽ വിശുദ്ധ ചിരിയോ? ആ ചിരി എന്ന് പറഞ്ഞാൽ അതൊരു കടലച്ചിരി തന്നെ ചിരി. ഇനിയും വിശുദ്ധ കുര. ആ കുര എവിടെ? പട്ടി കുരയ്ക്കാറുണ്ട്, വിശുദ്ധന്മാർ കുരയ്ക്കാറില്ലല്ലോ. ഇനിയും പോരാ വിശുദ്ധ ഛർദി. യോഗത്തിന് പോകുന്ന സമയം പ്ലാസ്റ്റിക് കൂടെ കരുതണം. ഒരാൾ വല്ലാതെ ഓക്കാനിച്ച് ആൾക്കൂട്ടത്തിനിടയിൽ ശബ്ദിച്ചു പോയാൽ അടുത്തിരിക്കുന്ന ആളിന്റെ കാര്യം ഭാവനയിൽ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ 4 പേരായി കഴിഞ്ഞാൽ ആ ഹോളിനകത്ത് നിറയെ ശക്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമില്ല. ഇതെല്ലാം ആത്മീയതയുടെ പേരിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ ഈ തലമുറയിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ വിളിക്കപ്പെട്ട കൃപ ലഭിച്ച ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തം ഒഴിക്കേണ്ടി വന്നാലും ദൈവശക്തിയാൽ നിറഞ്ഞതായി നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ദൈവാത്മാവിനെ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് ദൈവത്തിന്റെ ആത്മാവ് രാത്രി ദൂത് പറയുകയാണ്. ഈ രാത്രി ഒറ്റയ്ക്ക് മാത്രമേ ഞാൻ നിൽക്കാൻ അവസരമുള്ളെങ്കിലും എന്റെ ശ്വാസം അസ്തമിക്കുന്നത് വരെ ഈ തലമുറയുടെ ഒഴുക്കിനെതിരെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് അകത്ത് ബോധ്യമുള്ള എത്ര ദൈവങ്ങൾ രാത്രി ഇവിടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര ദൈവങ്ങളുടെ അകമി രാത്രി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രമാണ വിരുദ്ധമായി യാതൊന്നിനു വേണ്ടി നിലകൊള്ളാതെ ഞാൻ ഒറ്റയ്ക്ക് കർത്താവിനോട് നിൽക്കും. ഞാനിത് രാത്രി ചോദിക്കട്ടെ, നിങ്ങൾക്ക് പല സംശയങ്ങളും ഈ സന്ദേശത്തിന്റെ സമയം ഉയരുന്നുണ്ടായിരിക്കാം. യേശു കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ
കൈനീട്ടി ഏറ്റെടുക്കാതെ പിതാക്കന്മാർ ഉയർത്തിയ ഉപദേശത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ജീവൻ അർപ്പിക്കുവാൻ തയ്യാറാകുന്ന ഒരു ചെറിയ സംഘത്തെ ദൈവം ഇതിനകത്ത് അന്വേഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ തലമുറയിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. രണ്ട് പ്രത്യേക വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നാം തയ്യാറെടുക്കണം. ഒന്ന്, സുബോധത്തോട് നാം വസിക്കുമ്പോൾ തന്നെ ലോകമോഹത്തോട് നാം യാത്ര പറയേണ്ടവരാണ്. പ്രപഞ്ച മോഹങ്ങളെ നാം വർദ്ധിക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഞാൻ കർത്താവിന് വേണ്ടി ഈ ലോകത്തിന്റെ പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ബോധ്യമുള്ളവർ ആ കരണം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് പ്രപഞ്ച മോഹങ്ങൾ വർജിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പ്രപഞ്ച മോഹങ്ങളുടെ മേൽ ദൈവമക്കൾ കൈ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. പ്രപഞ്ച മോഹങ്ങളോട് ദൈവമക്കൾ വർജനം ആചരിക്കണം എന്ന് ദൈവാത്മാവ് പറയുന്നു. പൊന്ന് ധരിക്കാമോ ഇല്ലയോ എന്നൊരു പ്രസക്ത ചോദ്യമാണ് ഈ തലമുറയിൽ പെന്തക്കോസ്തുകാർക്കുള്ളത്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഉള്ള സൗന്ദര്യം പോരാ എന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് വാങ്ങിച്ച് ധരിക്കുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ പൊന്ന് കയ്യിൽ കരുതിയത് കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കേണ്ടി വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അതുപോലെ ഇവത്തരിച്ചര കയ്യിലിരുന്നാൽ അത്യാവശ്യം ഉള്ളപ്പോൾ എടുക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരുടെ ഉപദേശ സത്യങ്ങളുടെ മുൻപിൽ പല പാട്ടുകളും പാടുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കള്ളം പാടുകയല്ലേ? പ്രാഗൽഭ്യത്തോടെ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പാടാൻ കഴിയത്തക്ക വിധം അകത്തിളയ്ക്കുന്ന പ്രാഗൽഭ്യം എത്ര പേർക്കുണ്ട്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനാ എന്ന് പാടുന്ന കൃപ ലഭിച്ച ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇതുമായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് വല്ല ബന്ധവുമുണ്ടോ? പ്രപഞ്ച മോഹങ്ങളോട് കൈ കൊടുക്കാൻ തയ്യാറുള്ള ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറിക്കഴിഞ്ഞില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില ജീൻസ് ഒക്കെ വലിച്ചു കയറ്റി, ചില ബനിയനൊക്കെ വലിച്ചിറക്കി, ഇറത് വരുന്നത് കണ്ടാൽ അമ്പോ എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റിയപ്പോ എന്ന് തോന്നിച്ച് മൂക്കത്ത് കൈവെക്കത്തക്ക വിധത്തിൽ പെന്തക്കോസ്ത് തലമുറ വഴിതെറ്റി നീങ്ങുമ്പോൾ പാട്ടിന് ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിലും ഈ തലമുറയിൽ ദൈവാത്മാവ് പറയുന്നു, വർജനമാചരിക്കുന്ന ഒരു സമൂഹത്തെ ദൈവം അന്വേഷിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, മലയാറ്റൂർ ഭക്തന്മാരെ നമുക്കറിയാം, ശബരിമല ഭക്തന്മാരെ നമുക്കറിയാം, പരിമല ഭക്തന്മാരെ നമുക്കറിയാം, മഞ്ഞിനിക്കര ഭക്തന്മാരെ നമുക്കറിയാം. മലയാറ്റൂർ ഭക്തന്മാർ അവർക്ക് വർജനമുണ്ട്, മഞ്ഞിനിക്കര ഭക്തന്മാർ അവർക്ക് വർജനമുണ്ട്, ശബരിമല ഭക്തന്മാർ അവർക്ക് വർജനമുണ്ട്, പരിമല ഭക്തന്മാർ അവർക്ക് വർജനമുണ്ട്, വേളാങ്കണ്ണി ഭക്തന്മാർ അവർക്ക് വർജനമുണ്ട്. എന്നാൽ ഒരു വർജനവും ഇല്ലാതെ കാലും പറിച്ച് ചാടി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഉറക്കെ പറയണ്ട, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ഈ തലമുറയ്ക്ക് നടുവിൽ ലോകത്തിന്റെ ഒഴുക്കിനൊത്തൊഴുകാതെ എതിരെ നിൽക്കാൻ വിളിക്കപ്പെട്ട ദൈവമക്കൾ കണ്ണുയർത്തി നോക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, 41 ദിവസത്തെ കഠിനവ്രതമെടുത്ത് പാലും മോരും തൈരും ഇറച്ചിയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗുരുഭക്തിയിൽ കുളിച്ച് പ്രഭാതത്തിൽ തൊട്ടു തൊഴുത് ജീവിതത്തിന്റെ വ്രതം കൃത്യമായി അനുഷ്ഠിച്ച് 41 പക്കം അതേ നഗ്നപാതനായി പള്ളാച്ചിമേടും ആനമലയും ഒക്കെ ചവിട്ടി ശബരിമല സന്നിധാനത്തിലെത്തി ഗുരുവിനെ, അവരുടെ ദൈവത്തെ കണ്ടു തൊഴുത് ആ പ്രത്യേക ചടങ്ങ് നിർവഹിച്ച് തിരിച്ചു വരുന്ന ഭക്തന്മാർ അനുഷ്ഠിക്കുന്ന വ്രതത്തിന്റെ ക്രമീകരണം നിങ്ങൾക്കറിയാം. എന്നാൽ പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയിലും മിഥുനിയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരും വൃതന്മാരുമായവർക്ക് പത്രോസ് എഴുതുന്ന ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ദൈവമക്കൾ ശബരിമല വൃതന്മാരല്ല, അവർ മലയാറ്റൂർ വൃതന്മാരല്ല, അവർ
ചലിക്കും ഈ രാത്രി. എത്ര പ്രിയപ്പെട്ട നാവുകൾ ചലിക്കും ഈ രാത്രി. ഞാൻ ഈ രാത്രി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ നാവുകൾ തുറന്ന് കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ദൈവശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് രാത്രി നിന്നോട് ചോദിക്കുന്നു, ഒറ്റയ്ക്ക് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ദൈവാത്മാവ് രാത്രി നിന്നെ വിളിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമോ? നിങ്ങൾക്കറിയാമോ, ജോൺ ഹസ് എന്ന കർത്തൃദാസൻ ആ ദൈവഭൃത്യനെ അവസാനമായിട്ട് പീഡിപ്പിച്ച മുറി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ദൈവദാസനെ പീഡിപ്പിച്ച് കൊല്ലുവാൻ തുടങ്ങുന്ന സമയം അദ്ദേഹം നഖം കൊണ്ട് ഇട്ട മുറിയുടെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ലോകം മുഴുവൻ നമ്മുടെ ശത്രുവാണെങ്കിലും വചനം നമുക്കുള്ളത് കൊണ്ട് ദൈവം നമ്മുടെ മിത്രമാണ്. മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. സ്തോത്രം. വഴിവക്കിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇരുമ്പ് മുട്ടിയോട് ചേർത്ത് കെട്ടി നിർത്തിയിട്ട് കർത്താവിന് സ്തോത്രം ചുറ്റും വിറകടുക്കി ഒരു പ്രത്യേകതരം ചെടിയുടെ കൊമ്പുകൾ കൊണ്ട് ശരീരം മൂടിയതിനു ശേഷം പാപ ശരീരം നശിപ്പിക്കപ്പെടട്ടെ എന്ന് പ്രസംഗിച്ചതിന് ശേഷം പ്രസംഗാനന്തരം തീ കൊടുക്കുമ്പോൾ അടുത്തു നിന്നവർ ഇങ്ങനെ കേട്ടു, അല്ലയോ മതമേ, നിങ്ങൾ എന്നെ ഒരു ഈയാപ്പാറ്റയെ പോലെ ഉരുക്കി കൊന്നുകൊള്ളുക. എന്നാൽ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു നവീകരണത്തിന്റെ കഴുകൻ ചിറകടിച്ചു പോകും. അവന്റെ ഒരു ചെറിയ തൂവൽ പറിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഞാനിതാ ഏൽപ്പിക്കപ്പെടുന്നെന്ന് പറഞ്ഞ് ആ കർത്തൃദാസനെ എരിഞ്ഞടങ്ങി. ആ ദൈവദാസന്റെ കത്തിച്ചു തീർത്ത പൊടി ഒരു കുടത്തിൽ കോരി തേവ് നദിയുടെ കടവിൽ കലക്കി. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയട്ടെ, ആ പൊടി നദിയുടെ ചുറ്റുവളങ്ങൾ വൻകടലിന് കൈമാറി. അത് വൻകടലിലൂടെ മഹാസമുദ്രത്തിലെത്തിയ ആ പൊടികൾ അതേ പല ദിക്കുകളിൽ അടിച്ചു കയറി ഏതൊക്കെ ഭാഗങ്ങളിൽ ചെന്ന് അടിഞ്ഞോ അവിടൊക്കെ ഒരു നൂറ്റാണ്ടിനുള്ളിൽ ദൈവസഭ എഴുന്നേൽക്കാൻ ദൈവം ഇടയാക്കിയെങ്കിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, തിരുത്തൽ ശബ്ദമായി നിൽക്കുന്ന, ഈ തലമുറയുടെ പോക്കിന് എതിരെ നിൽക്കുന്ന രണ്ടു വിശുദ്ധന്മാർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നിനക്ക് അനുകൂലമായി കാര്യങ്ങൾ വരത്തില്ലെങ്കിലും നാളെ നിനക്കെതിരെ നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവശക്തി വ്യാപരിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്ക്. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, ആരുണ്ട് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ? ഒരുപാട് കാര്യം എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ ഉപസംഹരിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുകയും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് ഞാനൊരു വസ്തുത ഉറപ്പിച്ച് പറയട്ടെ. വസ്തുത ഞാൻ ഉറപ്പിച്ച് ആഴത്തിൽ ഉറപ്പിച്ച് പറയട്ടെ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ ദൈവാത്മാവരോട് ചെയ്യുമ്പോൾ ഇറച്ചി തിന്നാനും വെള്ളം കുടിക്കാനും മന്ന പറക്കാനും ഇറങ്ങിത്തിരിക്കാനല്ല, ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കാനാ പറഞ്ഞത്. ഇറങ്ങിത്തിരിച്ചാൽ മക്കളെ കെട്ടിക്കുന്നത് എങ്ങനെ, ചത്താൽ അടക്കുന്നത് എങ്ങനെ എന്നല്ല ചോദ്യം. ആരാധിക്കാൻ ഇറങ്ങിയാൽ നിനക്ക് വേണ്ടി ഇറച്ചി കരുതാൻ, ആരാധിക്കാൻ ഇറങ്ങിയാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി മന്ന കരുതാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കും.
എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, മുറിവിനകത്ത് കൂടെ ഒരു ഗ്ലാസ് കഷണം പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. 18 കൊല്ലം മുൻപ് നടന്ന ആക്സിഡന്റിൽ തലയ്ക്കകത്ത് കയറിപ്പോയ ഗ്ലാസ് പീസിനെ ഒരു കത്തി തൊടാതെ പുറത്തു കൊണ്ടുവന്ന ശസ്ത്രക്രിയ വിദഗ്ധന്റെ കരം ആ രാത്രി അവിടെ വ്യാപരിക്കുകയായിരുന്നെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ഞങ്ങൾ ദൈവമക്കൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ, ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. ആ രണ്ട് കരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദം ഉയർത്തി അല്പമിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരു വായും അടഞ്ഞിരിക്കരുത്, ഒരധരം പോലും ആത്മാവിൽ ചലിക്കാതിരിക്കരുത്. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. കൃപ ലഭിച്ച ദൈവമൈതനെ, നീ മൗനമായിട്ട് ആത്മനിറവിൽ പോരാടിക്കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, പിടിച്ച പ്രമാണത്തിന് വേണ്ടി എന്റെ ഊർജ്ജശ്വാസം അസ്തമിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ നിൽക്കുമെന്ന് അകത്ത് ബോധ്യമുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എന്റെ പിൻപിൽ നിൽക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ ജാഗരിക്കട്ടെ. കോൺഫറൻസ് കഴിഞ്ഞ് നമ്മൾ പിരിയാൻ തുടങ്ങുന്നു. ചില മിനിറ്റുകൾ നമ്മളൊന്ന് ആരാധിക്കുകയാണ്. ദൈവകരം ഈ രാത്രി ചില വ്യക്തികളെ തൊടുകയാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗം ഈ ഓഡിറ്റോറിയത്തിന് വീത തുറന്നു നിൽക്കുന്നു. ദൂതന്മാർ ഇന്ന് രാത്രിയുടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വടിയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു മാറിയെങ്കിൽ, ഒരു കൽപ്പനയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ യാഗപീഠത്തിന് തീ ഇറങ്ങിയെങ്കിൽ, ഒരു ആരാധനയിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങിയെങ്കിൽ, ഒരു ശബ്ദത്തിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ യാഗപീഠത്തിൽ തീ കത്തിയിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചാൽ, സഹോദര, നിന്റെ മൺകൂടാരത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ, നിന്റെ മേൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തകരാത്ത കോട്ടകളില്ല, കൈ തൊടാത്ത അകലത്തിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ തകർക്കാൻ ദൈവശക്തിയുടെ കനത്ത വ്യാപാരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ, ഈ ഓഡിറ്റോറിയത്തിൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. Glory, 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 glory. അന്തൽ ഘടകന അധികൽ ഘടക ലൗകന അധികനയ അധികൽ ഘടക ലൗകന അധികനയാനക ആദൽ ഘടകന അധികത അധികൽ ഘടക ലൗകന അധികനയാനക. എന്നെ ആരാധിപ്പാനുള്ള ജനത്തെ വിട്ടയക്കുക. ആരാധനയ്ക്കും വിശുദ്ധിക്ക് വേണ്ടി ദൈവാത്മാവിന്റെ രാത്രി വിളിക്കുക. ഈ രാത്രി ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവജനത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ തലമുറയുടെ ആത്മാവിനെ ജയിക്കാൻ ഒരു വിശേഷ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പകരുക. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവുള്ള പ്രാർത്ഥനയിൽ പോരാടുക. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു നന്മ ചെയ്തവന്റെ നാമത്തിൽ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങൾ ഏൽപ്പിച്ചവയെ കാൽവരിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ, സിംഹത്തിന്മേലും ആണിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും വ്യതിച്ചു കളയുന്നവന്റെ നാമത്തിൽ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം കുറയ്ക്കുന്നത് പോലെയും സ്വർഗ്ഗം കീഴി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരത്താൽ ഈ ഓഡിറ്റോറിയത്തിൽ ചില വ്യക്തികളുടെ ശരീരത്തിന്മേൽ, ചില മധ്യകൂടാരത്തിന്മേൽ, ചില ആത്മീയ അവയവങ്ങളുടെ മേൽ രോഗശാന്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനം വിശ്വാസത്തോടെ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. ദൈവകരം ഈ രാത്രി ഇവിടെ ചലിക്കുകയാണ്. ഈ കോൺഫറൻസിൽ നീ എത്തിയത് വെറുതെയല്ല. അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കരം ഈ കോൺഫറൻസിന്റെ ഒടുവിലത്തെ മിനിറ്റുകളിൽ നിന്റെ തകർന്ന വിഷയത്തെ തൊടുകയാണ്. കുഞ്ഞാവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കുന്നു. അവന്റെ ശബ്ദത്തിന് പുറകിൽ ശക്തിയുണ്ട്. അതാണ് കല്ലറയിൽ വ്യാപരിച്ചത്. അവന്റെ ശബ്ദത്തിന് പുറകിൽ ശക്തിയുണ്ട്. അതാണ് കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചത്. അവന്റെ തുപ്പലിന്റെ പുറകിൽ ശക്തിയുണ്ട്. അതാണ് കണ്ണിൽ സൗഖ്യമായി വ്യാപരിച്ചത്. അവന്റെ വിരൽത്തുമ്പിൽ ശക്തിയുണ്ട്. അതാണ് ബധിരന്റെ ചെവിയിൽ വ്യാപരിച്ചത്. അവന്റെ ശബ്ദത്തിൽ ശക്തിയുണ്ടെങ്കിൽ, അവന്റെ തുപ്പലിൽ ശക്തിയുണ്ടെങ്കിൽ, അവന്റെ വസ്ത്രത്തിന്റെ പൊങ്ങലിൽ ശക്തിയുണ്ടെങ്കിൽ, ഞാനിന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയാം, അവന്റെ രക്തത്തിൽ ശക്തിയുണ്ട്, അവന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഈ രാത്രി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ തൊടാൻ യേശുവിന്റെ കരത്തിന് ഈ രാത്രി ശക്തിയുണ്ട്.
പുറകിൽ മാത്രമല്ല, അവന്റെ ശബ്ദത്തിൽ മാത്രമല്ല, അവന്റെ സ്പർശനത്തിൽ മാത്രമല്ല, അവന്റെ വിരൽത്തുമ്പിൽ മാത്രമല്ല, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ മാത്രമല്ല, അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന വചനത്തിനും ശക്തിയുണ്ട്. ഈ രാത്രി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ജീവനർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, എന്റെ ഊർധ്വശ്വാസം അസ്തമിക്കുന്ന ഒടുവിലത്തെ മിനിറ്റ് വരെ ഞാൻ ഈ പിടിച്ച പ്രമാണത്തിന് വേണ്ടി നിൽക്കും എന്ന് ബോധ്യമുള്ള ദൈവജനത്തോട് ദൈവാത്മാവ് ഉറപ്പായി പറയുന്നു, ഈ മരുഭൂമിയിൽ നിനക്ക് വേണ്ടത് കരുതാൻ നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഒരു ദൈവിക വിടുതലിനായി ഈ രാത്രി കൊതിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പരിശുദ്ധാത്മാവ് ഈ യോഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയുടെയും പ്രതിഷ്ഠയുടെയും അടയാളമായി കരം ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഈ കോൺഫറൻസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുൻപ്, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കതകുകൾ തുറക്കുന്നതിന് മുൻപ്, കടൽക്കെട്ട് വീണ നിന്റെ കുടുംബ വിഷയത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ഈ യോഗത്തിനകത്ത് ഉയരുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ കരം ഇവിടെ ചലിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിലെ ചോദ്യങ്ങൾ ഇന്ന് രാത്രി ദൈവശക്തിയാൽ ഉത്തരമായി മാറട്ടെ. അവർ മടങ്ങി ചെല്ലുന്നതിന് മുൻപ് അടുത്ത ടെലിഫോൺ സന്ദേശത്തിലൂടെ, അടുത്ത കത്തിലൂടെ, അടുത്ത ഇമെയിലിലൂടെ, അടുത്ത ടെലിഫോണിലൂടെ ദൈവശക്തിയുടെ വിടുതൽ വെളിപ്പെടുത്തക്ക വിധം ഈ കരങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്ക് നാമിൽ സ്വതന്ത്രമാകട്ടെ. ഇതിന്റെ കരം അവർക്ക് വേണ്ടി നീട്ടുന്നുണ്ട്. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രത്യാശ അകത്ത് തളയ്ക്കുന്ന ദൈവമക്കൾക്കാരും ഒന്ന് വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെ